ഇവിടെ ഞങ്ങൾ ആരും ജിന്നുകളോട് വിളിച്ച് സഹായം തേടുന്നില്ലല്ലോ. ഇത് നിഷ്കളങ്കമായൊരു ചോദ്യം. എങ്കിൽ പുതിയ വാദമായി കടന്നു വരുമ്പോൾ ഉമർ മൗലവിയുടെ മകൻ മുബാറക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പുസ്തകം കേരള ജമിയത്തുൽ ഉലമായും നിലപാട് മാറ്റും എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരും ഹാജരുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ലെന്നും അത് ജിന്നുകളുടെ കാര്യത്തിലും ബാധകമാണെന്നും അത്തരം ചോദ്യങ്ങളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയ്ക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റില്ലെന്നും ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്ന് പറയുന്നു. ഇതായിരുന്നോ യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലപാട്? അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദുകൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച ആശയം ഇത്. പണ്ടേക്ക് പണ്ട് മുജാഹിദുകൾ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്ത ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ പണ്ടേക്ക് പണ്ട് മുജാഹിദുകൾ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്ത ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ. എന്നാൽ ചില ആളുകൾ ഇപ്പം തെറ്റിദ്ധരിപ്പിക്കാതെ വിചാരിച്ച് കൊണ്ടുവന്നതാ. ആ ഭൂതി വേണ്ട മക്കളെ. 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽ പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാണെന്ന് അംഗീകരിക്കാമായിരുന്നു. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദൃശ്യമാർഗത്തിലൂടെയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന ഇബാദത്തിൻ്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം മനുഷ്യരിൽ നിന്നതീതമായി മലക്കുകളുടെയും ജിന്നുകളുടെയും അറിവിനെയും കഴിവിനെയും അംഗീകരിച്ചതും ചേർത്തു വായിക്കുന്ന മന്ദബുദ്ധിയല്ലാത്ത ഏതൊരാൾക്കും മുജാഹിദുകൾ പറയുന്നതിൻ്റെ വസ്തുത ബോധ്യമാകും. എൻ്റെ ചോദ്യം, മൗലവി പറഞ്ഞത് പ്രാർത്ഥന അള്ളാഹുവിനോടെ പാടുള്ളതാണ്. എൻ്റെ ചോദ്യം, ഇത് പ്രാർത്ഥനയാണോ അല്ലയോ എന്നല്ല. കാരണം പ്രാർത്ഥനയാണോ അല്ലയോ എന്നറിഞ്ഞാലേ എനിക്ക് സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റൂ. ഒരൊറ്റ ഉദാഹരണം, ഞങ്ങൾ 4 പേർ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. അവിടെ വെച്ച് ഒരാൾ ഇവിടെയുള്ള ആരെങ്കിലും എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് പറയുന്നു. അയാൾ അവിടെ ഉദ്ദേശിക്കുന്നത് അതിലൂടെ യാത്ര പോകുന്ന മനുഷ്യരായ ആളുകളെ കുറിച്ചാണ്. രണ്ടാമത്തെ ആൾ സഹായം തേടുന്നത് മരിച്ചുപോയ ബദരീങ്ങളെ അല്ലെങ്കിൽ മഹീദി ഷേഖെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്നാണ്. അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മനുഷ്യരെ അല്ല, മരിച്ചുപോയ ആളുകളെയാണ്. മൂന്നാമതായി ഒരാൾ അള്ളാഹുവെ എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് സഹായം തേടുന്നു. അവിടെ അയാൾക്കറിയാം ഒരു അദൃശ്യ മാർഗത്തിലൂടെയുള്ള ഒരു സഹായമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ആൾ സഹായം തേടുന്നത് ഈ മരുഭൂമിയിലുള്ള ജിന്നുകളെ, മലക്കുകളെ, അതുപോലെയുള്ള ശക്തികളെ എനിക്ക് വഴി കാണിച്ചു തരണേ. ഇത് പ്രാർത്ഥനയാണോ എന്നാണ് എന്റെ സംശയം. അല്ലാതെ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാണെന്ന് എനിക്കറിയാം. എനിക്കൊരു ധാരണപ്പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ഈ ചോദ്യത്തോട് മനസ്സിലായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുതന്ത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു കുതന്ത്രം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. നേരെ മറിച്ച് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം കുതന്ത്രം ഉദ്ദേശിച്ച് എന്നെ ചോദിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ മത്തിനിങ് പറയാൻ പറഞ്ഞത്. അത് ആദ്യം തന്നെ ചോദിച്ചാൽ ഈ പ്രശ്നമില്ലല്ലോ, ഒറ്റ ചോദ്യത്തിൽ പ്രശ്നം അവസാനിപ്പിക്കാമല്ലോ. ഇനി കേട്ടോളൂ, അതിൻ്റെ വിധി പറയാണ്. പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. ഇനി നാട്ടിൽ ഈ ഫിത്തനയും കൊണ്ട് ഇനി നടക്കരുത്. ആ ഫിത്തനയ്ക്ക് ഇന്നിവിടെ അവസാനം കുറിച്ചോ. കേട്ടോളൂ, വിശുദ്ധ ഖുർആൻ. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. الله പറയാണ്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യന്മാരായി ജൽപ്പിച്ചിട്ടുള്ളവർ, നിങ്ങൾ പ്രാർത്ഥന സമർപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളവർ, ജൽപ്പിച്ചുണ്ടാക്കിയവർ, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. ഫലാ യംലികൂന കശ്ഫൽ ളുരി അൻകും വലാ തഹ്വീല. നിങ്ങളുടെ ഒരു പ്രയാസവും അവർ നീക്കി തരുകയില്ല.
അതുപോലെ നിങ്ങളുടെ നിലവിലുള്ള സ്ഥിതിയിൽ ഒരു മാറ്റവും വരുത്തുകയില്ലെന്ന് മാത്രമല്ല, ഉലൈകല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹദൂറ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെ അവർ അല്ലാഹുവിലേക്കുള്ള സാമീപ്യം കൊതിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. അവരിൽ ഏറ്റവും അടുത്തവർ തന്നെ വയർജൂന റഹ്മതഹു, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കൊതിക്കുകയും വയഖാഫൂന അദാബഹു, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 56-57 ആയത്തുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മനസ്സിലാക്കിക്കോ, ഈ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഉലൈകല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അതാ ഇവിടെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞു, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ സാമീപ്യം കൊതിക്കുന്നവരാണ്. അതെ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് ഇത് അവതരിച്ചു. എങ്ങനെ ഏത് കാര്യത്തിൽ അവതരിച്ചത്? ഫീ നഫരിൻ മിനൽ അറബ്, അറബികളിൽ ഒരു സംഘം ആളുകളുടെ കാര്യത്തിലാണ്. കാനു യഅ്ബുദൂന നഫറൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഫഅസ്ലമൽ ജിന്നിയൂൻ, ജിന്നുകൾ മുസ്ലിമായി. വൽ ഇൻസാനുല്ലദീന കാനു യഅ്ബുദൂനഹും ലാ യശൂറൂൻ, ആ ജിന്നുകൾ മുസ്ലിമായി വിവരമറിയാതെ ഇവർ വീണ്ടും അവരെ ആരാധിച്ചു കൊണ്ടിരുന്നു, അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു കൊണ്ടിരുന്നു. ആ വിവരം അല്ലാഹ് അറിയിക്കുകയാണ്, നിങ്ങൾ കരുതുന്നത് പോലെയല്ല, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ജിന്നുകൾ മുസ്ലിമായി അവർ തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ സാമീപ്യം കൊതിക്കുന്നവരാണ്. നിങ്ങളാകട്ടെ ഇപ്പോഴും അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിവരം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിന്നുകളോട് പ്രാർത്ഥിക്കാമോ, തേടാമോ? മരുഭൂമിയിൽ വെച്ച് തേടാമോ? മരുഭൂമിയിൽ വെച്ചല്ല, നാട്ടിൻ പുറത്ത് വെച്ചാണെങ്കിലും, മലമുകളിൽ വെച്ചുകൊണ്ടാണെങ്കിലും, ആകാശത്ത് വെച്ചുകൊണ്ടാണെങ്കിലും, ഭൂമിക്ക് കിഴപ്പോയിട്ടാണെങ്കിലും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു ജിന്നിനെയും ആരാധിക്കാൻ പാടില്ല. വീണ്ടും ഇമാം മുസ്ലിം തന്നെ ഈ വാചകം വേറെ മറ്റൊരു രൂപത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാന നഫറും മിനൽ ഇൻസി യഅ്ബുദൂന നഫറൻ മിനൽ ജിന്നി ഫഅസ്ലമൻ നഫറു മിനൽ ജിന്നി വസ്തംസകൽ ഇൻസു ബിഇബാദതിഹിം. അതെ, ഈ രൂപത്തിൽ ഈ പറഞ്ഞ അർത്ഥം തന്നെ. അഥവാ അറബികളിൽ ജാഹിലിയത്തിൽ അറബികളിൽ ഒരു സംഘം ആളുകൾ ഈ പറയപ്പെടുന്ന ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ജിന്നുകളെ ആരാധിക്കുന്നവരായിരുന്നു. ആ ആരാധിക്കുന്ന ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധിക്കപ്പെട്ട ജിന്നുകൾ അവർ മുസ്ലിങ്ങളായി. പക്ഷേ ആളുകൾ, ഈ മനുഷ്യന്മാർ ഈ വിവരമൊന്നും അറിയണില്ലല്ലോ, അവർ ഈ ജിന്നിനെ കാണുന്നില്ലല്ലോ. ആ ജിന്നിനെ കാണാതെ, ഈ വിവരമറിയാതെ വീണ്ടും ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് വിവരമറിയിക്കുകയാണ്, ഈ ആ ജിന്നുകളെ കുറിച്ചുള്ള വിവരം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സംഘം മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു, ജിന്നുകളോട് പ്രാർത്ഥിച്ചവർ. അതുപോലെ വേറെ സംഘം ആളുകൾ മലക്കുകളോടാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ മലക്കുകൾ വരുമെന്നല്ല പറഞ്ഞത്, മലക്കുകളെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കും, അല്ല, ഈ പറയുന്ന ആളുകൾ നിങ്ങളെയാണോ ആരാധിച്ചത് മലക്കുകളെ എന്ന്? ആ സന്ദർഭത്തിൽ മലക്കുകൾ നൽകുന്ന മറുപടി, ബൽകാനു യഅ്ബുദൂനൽ ജിന്ന, അല്ലാഹുവേ ഞങ്ങളെയല്ല അവർ ആരാധിച്ചത്, മലക്കുകളെ ആരാധിച്ചവരാണെന്നാണ് അവർ പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ അവർ ആരാധിച്ചത് ജിന്നുകളെയാണ്. ഈ രൂപത്തിലും അല്ലാഹു പറയുന്നുണ്ട്. ഇതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല വീണ്ടും വിശുദ്ധ ഖുർആൻ പറയാണ്, വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ, മനുഷ്യരിൽ ചില ആളുകൾ അവർ ജിന്നുകളോട് സഹായം തേടുന്നവരായിരുന്നു. ഇതും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. കാനമിൻ ആദത്തിൽ അർഫിൽ ജാഹിലിയ ഇദാ നസലു ബിമകാനിൻ ഫിൽ ഖഫ്രി യസ്തഈദൂന ബിഅലീം ദാലികൽ മകാൻ മിനൽ ജിന്നി അയുസീബഹും ബിമാ യസൂഉഹും ഫലമ്മാ റഅത്തിൽ ജിന്നു അന്നൽ ഇൻസ യസ്തഈദൂന ബിഹിം മിൻ ഖൗഫിഹിം മിൻഹും. ചില ആളുകൾ അവരിങ്ങനെ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ആ മുശ്രിക്കുകൾപ്പെട്ട ആളുകൾ അഭയം ചോദിക്കുമായിരുന്നു ജിന്നുകളോട്. ആ ജിന്നുകളുടെ ഉന്നതനോട് ആ സ്ഥലത്ത് ഇറക്കി അവിടെ ഏൽപ്പിക്കപ്പെട്ട ജിന്നിന്റെ നേതാവിനോട് സഹായം തേടുമായിരുന്നു, അവിടെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്, അള്ളാഹു വിശദീകരിക്കുന്നത്. ആ ജിന്നുകളിൽപ്പെട്ട ചിലരോട് മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ഇസ്തിആദത്ത് നടത്തി കഴിഞ്ഞപ്പോൾ, അഭയാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് റഹക്ക് വർദ്ധിച്ചു, വിഡ്ഢിത്തം വർദ്ധിച്ചു, അഹങ്കാരം വർദ്ധിച്ചു എന്നൊക്കെ അതിനർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഇസ്ലാം
ഇസ്ലാം ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതില്ല. ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെന്നാൽ അവിടെയുള്ള ജിന്നിനോട് സഹായം തേടണം, അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്യണമെന്ന് അല്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്ത ആളുകളെ ഇസ്ലാം എതിർക്കുകയാണ്. ഇസ്ലാം ശക്തമായി എതിർക്കുകയും അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദിക്കുകയും ചെയ്യുകയാണ്. ഇനി വിജനമായ മരുഭൂമിയിൽ ചെന്നാൽ, എന്തേ വിജനമായ മരുഭൂമി മാത്രമായി പോയത്? അങ്ങനെ വിജന മരുഭൂമിയിലല്ല, നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൻ പുറത്താണെങ്കിലും ആകാശത്താണെങ്കിലും ഇനി ചന്ദ്രനിൽ ചേക്കേറിയിട്ടാണെങ്കിലും ഭൂമിക്കടിയിലേക്ക് പോയാലും ഏത് ഘട്ടത്തിലായാലും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇനി മാത്രമല്ല, ആ വിജനപ്രദേശത്തെത്തിയാൽ ആരോട് പ്രാർത്ഥിക്കണം? ആ കാര്യത്തിലും മുസ്ലിം ലോകത്തിന് സംശയമില്ല. അതെ, മഹാനായ ഇമാം ബൈഹഖി തന്റെ സുനൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ജുറൈ ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയാണ്, റഅയ്തു റജുലൻ യസ്തുറുന്നാസു അൻ റഇഹി. അതെ, ഞാൻ കണ്ടു. ആരെ കണ്ടു? ഒരാളെ കണ്ടു. ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ലാ യഖൂലു ശൈഅൻ ഇല്ലാ സദറു അൻഹു. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന ആളുകൾ അദ്ദേഹം പറയുന്നത് മുഴുവൻ കേട്ട് മടങ്ങിപ്പോരുകയാണ്, ഒന്നും എതിർത്ത് പറയുന്നില്ല. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, അയാൾ ആരാ? എല്ലാവരും ചെല്ലുന്നുണ്ടല്ലോ അങ്ങോട്ട്. എന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ എല്ലാവരും മടങ്ങിപ്പോരുന്നുണ്ടല്ലോ, ആരാന്ന് ചോദിച്ചു. ഖാലു, ഇവര് പറഞ്ഞു, റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലാണത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ സമയത്ത് ഖുൽതു, ഞാൻ ചെന്നു, അലൈക്കസ്സലാം, സലാം പറഞ്ഞു റസൂലുള്ളാഹിയോട്. യാ റസൂലല്ലാഹ് മറത്തൈൻ, 2 പ്രാവശ്യം സലാം പറഞ്ഞു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ലാ തഖുൽ അലൈക്കസ്സലാം, നീ സലാം പറയേണ്ടത് അലൈക്കസ്സലാം എന്ന് പറഞ്ഞുകൊണ്ടല്ല. അലൈക്കസ്സലാമു തഹിയ്യത്തുൽ മയ്യിത്തി, അത് മയ്യത്തിന്റെ തഹിയ്യത്താണ്. അലൈക്കസ്സലാം എന്നുള്ളത് മയ്യത്തിന്റെ തഹിയ്യത്താണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്ക് എന്ന് പറയൂ, അസ്സലാമു അലൈക്ക് എന്ന് പറയൂ. ആ സന്ദർഭത്തിൽ ഈ പറയപ്പെട്ട അബൂ ജുറൈ ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, അന്ത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണോ? ആ സമയത്ത് മുഹമ്മദ് നബി പറഞ്ഞ മറുപടി, അന റസൂലുള്ളാഹില്ലദീ ഇദാ അസാബക ദുർറുൻ ഫദഅഉതഹു കശഫഹു അൻക. നിനക്കൊരു ദുരിതം ബാധിച്ചാൽ ആ ദുരിതം നീങ്ങിക്കിട്ടുവാൻ വേണ്ടി അല്ലാഹുവിനോട് നീ പ്രാർത്ഥിച്ചാൽ എന്ന് മാത്രമല്ല, പ്രവാചകൻ പറയാണ്, വ ഇൻ അസാബക ആമസനതിൻ ഫദഅഉതഹു അംബതഹാ ലക. അതുപോലെ തന്നെ നിനക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ, വിളവ് കുറഞ്ഞു പോയാൽ, വിളവ് കിട്ടുവാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വിളവ് നൽകുന്ന ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. വൈദാ കുന്ത ബി അർളിൻ ഖഫിൻ ഔ ഫലാത്തിൻ ഫളല്ലത റാഹിലതുക ഫദഅഉതഹു റദ്ദഹാ അലൈക. വളരെ വ്യക്തമാണ് റസൂലുള്ളാഹിയുടെ വാചകം. അതെ, നീ ഒരു വിജന പ്രദേശത്തെത്തി, നിന്റെ വാഹനം നഷ്ടപ്പെട്ടു പോയി, ആ സന്ദർഭത്തിൽ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന റബ്ബിന്റെ റസൂലാണ് ഞാൻ. അപ്പോൾ വിജനമായ പ്രദേശത്ത് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആ വിജന പ്രദേശത്തെത്തിയ ആൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത് വളരെ വ്യക്തമായി റസൂലുള്ളാഹിയുടെ ഹദീസ് കൊണ്ട് തെളിയുകയാണ്. അപ്പോൾ ഖുർആനിൽ ആയത്തോതി പണ്ഡിതന്മാർ പറഞ്ഞത്, അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്, അതുപോലെ തന്നെ ഇമാം ബൈഹഖി ഉദ്ധരിച്ചത്, പ്രവാചകൻ വിശേഷിപ്പിച്ചത്, ഇവിടെയെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, എവിടെയായിരുന്നാലും അത് പ്രാർത്ഥന റബ്ബിനോട്, അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. നേരെ മറിച്ച് വിജനപ്രദേശത്ത് ഒരാൾ അകപ്പെട്ടിട്ട്, അദ്ദേഹം വിജനപ്രദേശത്ത് അകപ്പെട്ടു പോയി, തന്റെ വാഹനം നഷ്ടപ്പെട്ടു പോയ ഒരാൾ, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന റബ്ബിന്റെ റസൂലാണ് ഞാൻ എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ രൂപത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഇവിടെയെല്ലാം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അത് വിജനപ്രദേശത്ത് വെച്ചല്ല, എവിടെ വെച്ചായിരുന്നാലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല, സൃഷ്ടാവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വമാണ്. ഇനി എന്താണ് ആ വിഷയത്തിൽ ആ സുഹൃത്തിന് സംശയം? അപ്പോൾ വിജനപ്രദേശത്തും മരുഭൂമിയിലും എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ജിന്നിനോടോ മലക്കിനോടോ മറ്റു ഒരു സൃഷ്ടികളോടും എവിടെ വെച്ചും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ജർമ്മനിയിലാവട്ടെ, ഉഗാണ്ടയിലാവട്ടെ, ഗുൽബർഗിലാവട്ടെ, ഗുണ്ടൽപേട്ടയിലാവട്ടെ, എവിടെയായാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. അദ്ദേഹത്തിന് വീണ്ടും ചോദിക്കാം, അവസരം കൊടുക്കും. ചെറിയൊരു പദത്തിലുള്ള ഒരു വിഷയമാണ്, ഒരു കുതന്ത്രവുമില്ല ഇതിൽ. കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉസ്താദ് അവർ പറഞ്ഞു, പ്രാർത്ഥന ജിന്നിനോട് പാടില്ല, മലക്കുകളോട് പാടില്ല, പിശാചിനോട് പാടില്ല, അള്ളാഹുവിനോടേ പാടുള്ളൂ. അതിലെനിക്ക് തർക്കമില്ല.
എൻ്റെ വിഷയം ഞാനിപ്പോൾ 4 ആളുടെ സഹായത്തേട്ടം ഇവിടെ ഉദ്ധരിച്ചു. അത് 4ഉം പ്രാർത്ഥനയാണോ? കാരണം പ്രാർത്ഥനയാകുമ്പോഴാണല്ലോ ശിർക്കാവുക. ഇത് 4ഉം പ്രാർത്ഥനയാണോ? അതല്ല കേവലം നമ്മൾ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായത്തേട്ടമാണെങ്കിൽ അത് പ്രാർത്ഥനയാവില്ലല്ലോ. അതാണ്, അത് ക്ലിയർ ആക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ 4 തരത്തിലല്ല 40 തരത്തിൽ ചോദിച്ചാലും അള്ളാഹുവിനോട് ചോദിക്കേണ്ട തരത്തിൽ അള്ളാഹുവിനോടേ ചോദിക്കാവൂ. അത് അള്ളാഹു അല്ലാത്ത യാതൊരാളോടും ചോദിക്കാൻ പാടില്ല. മലക്കായിരുന്നാലും ജിന്നായിരുന്നാലും പിശാച്ചായിരുന്നാലും നബിയായിരുന്നാലും വലിയായിരുന്നാലും ഷഹീദായിരുന്നാലും അതല്ലാത്ത ഏത് മനുഷ്യനോ മനുഷ്യനല്ലാത്ത ജീവികളോ ജീവനില്ലാത്ത നിർജീവ വസ്തുക്കളോ ആരാവട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നത്, സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അത് ആ വിഷയത്തിൽ തർക്കമില്ല. ഇനി 4 എന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉദാഹരണം വെച്ചുകൊണ്ട് 40 ആളുകൾ 40 തരത്തിൽ ചോദിച്ചു എന്ന് നിങ്ങൾക്ക് പറയാം. ചോദിക്കട്ടെ, 4 ആകട്ടെ 40 ആകട്ടെ, ഇവിടെ ഇതുവരെ വിശദീകരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായാർത്ഥന നടത്താവൂ. ദുആയും ഇസ്തിഗാസയും മരുഭൂമിയിൽ വെച്ചായിരുന്നാലും വിജനമായ സ്ഥലത്തായിരുന്നാലും പറഞ്ഞതുപോലെ എവിടെ വെച്ചായിരുന്നാലും അള്ളാഹുവിനോടേ ആകാവൂ. നേരെ മറിച്ച് ജിന്നുകളോടോ പിശാചുക്കളോടോ മലക്കുകളോടോ മരിച്ചുപോയ മനുഷ്യരോടോ ജീവിച്ചിരിപ്പുള്ള മനുഷ്യരോടോ മനുഷ്യരല്ലാത്ത ജീവികളോടോ ജീവനില്ലാത്ത നിർജീവ വസ്തുക്കളോടോ യാതൊന്നിനോടും ദുആയും ഇസ്തിഗാസയും ചെയ്യാൻ പാടില്ല. അത് ശിർക്കാണ്, അത് ശിർക്കാണ്. അതാണ് ജിന്നുകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയിരുന്ന, ജിന്നുകളെ വിളിച്ച് സഹായം തേടിയിരുന്ന, ജിന്നുകളോട് രക്ഷ തേടിയിരുന്ന ആളുകൾ ആ ശിർക്കിൽ തന്നെ നിലകൊള്ളുകയും ആ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച വിവരം അറിയാതെ അവരാ പ്രവൃത്തിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നുവെന്ന് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ സംഭവം ഇവിടെ വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി നിങ്ങളുടെ ഉദാഹരണം 4 അല്ല 40 ഉദാഹരണമുണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് ഏത് ഉദാഹരണം അള്ളാഹു അല്ലാത്തവരോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തരത്തിൽ സഹായം തേടുന്നതാണോ അത് ശിർക്കാണ് എന്നതിൽ സംശയമില്ല. അത് നിങ്ങൾ ആര് പ്രാർത്ഥിച്ചാലും ആര് സഹായം തേടിയാലും ആര് ഇസ്തിആദത്ത് നടത്തിയാലും ആര് രക്ഷ തേടിയാലും മരുഭൂമിയിലായാലും വിജനമായ സ്ഥലത്തായാലും ജനങ്ങൾക്കിടയിൽ വെച്ചായാലും എപ്പോഴായാലും എത്ര ആള് ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്, ശിർക്ക് തന്നെയാണ് എന്നതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്നൊന്നും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പവുമായി ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യവുമില്ല. ഇവിടെ പരിസരത്ത് നിന്നും ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചോദിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി നടക്കേണ്ട ആവശ്യമല്ല. നിങ്ങളുടെ ഉള്ളിരിപ്പ് എന്താണ് എന്ന് ആദ്യം ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതവിടെ മനസ്സിൽ വെച്ചാൽ മതി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശം, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾക്ക് പിടികിട്ടാത്ത ആദർശം, തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അങ്ങനെ പറയേണ്ടതില്ല, ഇങ്ങനെ പറയേണ്ടതില്ല, അങ്ങനെയുമാവാം ഇങ്ങനെയുമാവാം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആദർശവുമായി നടക്കുന്നവർ ഇതിനുള്ളിൽ എന്തെങ്കിലും പഴുതു കിട്ടാൻ ശ്രമിക്കുന്നത് അത് അവർക്ക് ഒരു ഉപകാരവും ചെയ്യില്ലെന്ന് മനസ്സിലാക്കുക എന്നേ പറയാനുള്ളൂ. വിജനമായ സ്ഥലത്ത് വെച്ചാണെങ്കിലും അതല്ലാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിലും അള്ളാഹുവിനോട് മാത്രമേ ദുആയും ഇസ്തിഗാസയും ഇസ്തിആനത്തും ഇസ്തിആദത്തും പാടുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഒരു ജിന്നിനോടും ഒരു ചെകുത്താനോടും മലക്കിനോടും അതല്ലാത്തവയോടും ഇസ്തിഗാസ നടത്താനോ ദുആ നടത്താനോ ഒരു തെളിവുമില്ല. 4 അല്ല 40 തരത്തിലുള്ള ചോദ്യം നിങ്ങൾ വിവച്ഛേദിച്ചാലും ഇതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡത്തിന് അനുസരിച്ച് അത് ശിർക്കാണോ അല്ലേ എന്ന് താങ്കൾക്ക് തീരുമാനിക്കാം.
ഇനി ഒരു മരുഭൂമിയിൽ ചെന്നുകൊണ്ട് താങ്കൾക്ക് യോഗ്യമുള്ള ഒരു ജിന്നുമായി കൂട്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്റെ കഴിവുപെട്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തരുമെന്നൊക്കെ ആജാതി വർത്തമാനങ്ങളും അനാവശ്യ സംസാരങ്ങളും ഉപേക്ഷിക്കുക. ഇതൊരു ആദർശ സംവാദമാണ്. ആദർശം വളരെ വളരെ സുവ്യക്തമാണ്. അതിന്റെ തെളിവുകളും വളരെ സുവ്യക്തമാണ്. ഇനി ഒരു പദം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവേണ്ടതില്ല. ആ തരത്തിലാണ് പോകുന്നതെങ്കിൽ അതിന് എമ്പാടും പറയാനും തരാനും ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരും എഴുതിയതും പ്രസിദ്ധീകരിച്ചതും എമ്പാടും ഇല്ലാത്തത് കൊണ്ടല്ല, അതല്ല ജനങ്ങൾക്ക് ആവശ്യം. വിഷയം വ്യക്തമാവലാണ്. അത്തരം കാര്യം മനസ്സിലുള്ളവർ മനസ്സിൽ വെച്ചുകൊണ്ട് വന്ന പോലെ ആ ദുരുദ്ദേശം തിരിച്ചു കൊണ്ടുപോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ജിന്നെ സഹായിക്കണേ എന്ന ആ വിഷയം, ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന പറയൽ തന്നെയാണ് അപകടം. അവന് ജിന്നിനോട് സഹായം തേടിയാലും ഇല്ലെങ്കിലും. കളവ് ഒരു വാചകത്തിന്റെ തുണ്ടുത്തരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഇവിടെ ഒരു സാധു അഹമ്മദ് നന്ദി എന്ന് പറയും, സലാലയിലുള്ള കുറെ കാലം ഉണ്ടായിരുന്നു. പടവൂരിസം പിരിയണ കാലത്ത് ഇങ്ങോട്ടിക്കണോ അങ്ങോട്ടിക്കണോ 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 പറഞ്ഞ അവസാനം അങ്ങോട്ട് തന്നെ നിന്നു. അയാളിപ്പോ ഒരു നോട്ടീസ് ഇറക്കിയാണ് സക്കരിയ സലാഹിക്ക് ഒരു തുറന്ന കത്തിൽ. ഒറ്റപ്പെട്ട ജീവൻ പോലും അപകടത്തിലാവുന്ന അവസ്ഥ വരെ ഉണ്ടായി. സെയ്ദ് മൗലവി, കെ എം മൗലവി, അലി മൗലവി, ഉമർ മൗലവി, ചെങ്ങന്നൂരിൽ താങ്കളടക്കം അവിടുന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമായിരുന്നു. ഈ സന്ദർഭങ്ങളിൽ നിന്നും താങ്കളടക്കമുള്ള ആരും യാ ഇബാദല്ലാ എന്ന് വിളിച്ചതായി ഇന്നലെ വരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാല നേതാക്കളാരും അത് പഠിപ്പിച്ചിട്ടില്ല. യാ ഇബാദല്ലാ ആരും കാണാത്തത് കൊണ്ടല്ല, മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ലഹുല്ലാഹ മുഖ്ലിസിയൻ ലഹുദ്ദീൻ, ദഅവുല്ലാഹ നീതി കൊടുത്തതാവും. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. നോക്കാൻ നിങ്ങൾ. അപ്പൊ ഈ സാധു ഒന്നുകിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നമ്മളിപ്പോ പറയണത് വിജനമായ സ്ഥലത്ത് എന്ന യാ അള്ളാ എന്നല്ല വിളിക്കേണ്ടത്, യാ ഇബാദല്ലാ എന്നാണ് വിളിക്കേണ്ടത്. നിങ്ങൾക്ക് 100 കണക്കിന് ഞങ്ങളെ സീഡി ഞങ്ങൾ കയ്യിൽ തരാം. ഏതെങ്കിലും ഒരു സീഡിയിൽ വിജന സ്ഥലത്ത് വെച്ച് യാ ഇബാദല്ലാ എന്നാണ് വിളിക്കേണ്ടത്, യാ അള്ളാ എന്നല്ലാന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിൽ തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ കുസുകുസു പറഞ്ഞെടുക്കല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ എവിടെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും? അപ്പൊ യാ അള്ളാ എന്നല്ല എവിടുന്നും വിളിക്കേണ്ടത്. വിജന സ്ഥലത്തും ജനസ്ഥലത്തുനിന്നും പുഴയിന്നും കടലിന്നും എല്ലായിടത്തുനിന്നും. ചിലവർക്ക് ഇപ്പൊ ദുആ ആകണമെങ്കിൽ വഴി ചാടണം, ദുആ ആകണമെങ്കിൽ കടലിൽ പോകണം. എന്നിട്ടോ വിഷമം കൊടുമ്പിരിക്കൊള്ളണം, അപ്പോഴേ ദുആ ആകുള്ളൂ. ഒരു കൊടുമ്പിരിയും വേണ്ട, നല്ല ബിരിയാണിയും തിന്നിട്ട് ചൂരലിന്റെ മറ്റേ ആട്ടോട്ടിലുണ്ടല്ലോ അതിങ്ങനെ ആടിക്കൊണ്ട് ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക. യാതൊരു സംശയമല്ല. അതിന് പോയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അനീ പറഞ്ഞില്ലേ, കറണ്ട് പോയി, ആകെ ഇരുട്ട്, ഭയങ്കര പ്രശ്നമാണ്. കറണ്ട് പോയാൽ ദ്വയ ആകണ്ടേ? അപ്പൊ വെളിച്ചം തരുമെന്നല്ല ദ്വയാണ്. എന്താ പറയാ, അങ്ങനെ ഉണ്ടാക്ക ദ്വയ ആക്കാണ്. മനസ്സിലായേ? എപ്പോഴാണ് ഈ വിളി? വെള്ളത്തിൽ കാലിട്ടടിക്കുമ്പോഴാണ് ഈ വിളി. വിളിയാണ്ട് ദ്വയ ആക്കേണ്ട ആവശ്യമല്ല. ദ്വയ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അപ്പൊ ഈ സാധുക്കളൊക്കെ വിചാരിച്ചിട്ടുള്ളത് നമ്മളിപ്പോ വിജന സ്ഥലത്ത് യാ ഇബാദല്ലാ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന അത് ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അത് നമ്മളെല്ലാരും യോജിപ്പാ. ഒരാള് യാ ഇബാദല്ലാ വിളിക്കാൻ പാടില്ല. പിന്നെന്താ തർക്കം? യാ ഇബാദല്ലാ എന്ന വിളിയിൽ പ്രാർത്ഥന ഇല്ല, അതുകൊണ്ട് അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ അതിൽ തെളിവില്ല. കാരണം എന്താ? ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലില്ലാഹി ഫിൽ അർളി ഹാദിറൻ, ആ പ്രദേശത്ത് ഹാദറായ ചിലരുണ്ട്. ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അടിമകൾ. ഹാദറായാലും നമ്മൾ കാണാത്ത ആരാ? മനുഷ്യന്മാരാ. ഇപ്പൊ അതാണ് കോക്കശ്ശേരി മണ്ണ് മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ അത് ആരുദ്ദേശിച്ചിട്ടാ? ജിന്നുകളെ മണ്ടിയേരിയോന്നാ? അല്ലല്ലോ, മനുഷ്യന്മാരേന്നാ. ശബ്ദം കേൾക്കുന്നിടത്ത് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓടി വരട്ടെ എന്നാണ്. അതുപോലത്തെ വിളിയാണ്. അതുപോലത്തെ തന്നെ കുഴപ്പമില്ല. അപ്പൊ ജായിസായി. മണ്ടിയേരിയോ എന്നുള്ള വിളി ജായിസല്ലേ? അപ്പൊ യാ ഇബാദല്ലാ എന്നുള്ള വിളി ഓൽക്ക് ജായിസാണ്. മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യരെ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മാത്രമാണോ ആ തസ്ബീഹ് എങ്കിൽ അത് തെറ്റാണ്. മനസ്സിലായില്ലേ? യാ ഇബാദല്ലാ എന്ന വിളി കൊണ്ട് മനുഷ്യരാരെയല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യരാകട്ടെ, അദൃശ്യസിദ്ധികളായ ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ എന്നാ മണ്ണാർക്കാട് ഞാൻ പറഞ്ഞത്. പക്ഷേ ആരാണെങ്കിലും അതിൽ പ്രാർത്ഥന അല്ല, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസല്ല.
അതുകൊണ്ട് ആ വിളി ശിർക്കല്ല. ഇതാണ് തർക്കത്തിന്റെ മർമ്മം മനസ്സിലാക്കാതെ അഹമ്മദ് സാഹിബ് എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടിട്ടുള്ളത്.